നെന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Hey guys, welcome back to my YouTube channel. ഇന്ന് നമ്മളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ടുണ്ട്. സോ ഞാൻ പുറങ്ങി നീറ്റാണ് ആ മുഖാണിത്. പെട്ടെന്ന് പൊട്ടൊക്കെ തട്ട് പോകുന്നു. അപ്പോൾ അമ്മ ഉണ്ടാകും നമുക്ക് ടി വിൻ്റെ അവിടുന്ന് അമ്മേനെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീറ്റു. ബിക്കോസ് ഞാൻ രാത്രി പെട്ടെന്ന് ഉറങ്ങിയത് 8:30 ഒക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിക്കണേ. സോ ഞാൻ ഇപ്പോൾ 7:30 ആയപ്പോൾ നീറ്റു. 7:30ക്ക് നീറ്റിട്ട് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി. എനിക്കുള്ള പാത്രം ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്. അമ്മ ഫുഡ് ഉണ്ടാക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അമ്മ ഇടുണ്ട്. അമ്മ പാത്രമൊക്കെ ജസ്റ്റ് കഴുകാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഇവിടെ വെച്ചു. അപ്പോൾ ഇന്നലെ അമ്മ ഉണ്ടാക്കി വെച്ച അമ്മ ഇത് തുറക്ക്. ഇതെന്താണ്? ചിക്കൻ റോളിന്റെ മസാല ഒക്കെ വെച്ചു. അതും പിന്നെ ചപ്പാത്തി അടിയുണ്ട്. അമ്മ ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് പറ്റുന്ന മാതിരി എടുക്കാം. ഫുള്ള് ഗ്യാരണ്ടി ഒന്നും അതിൽ പറയില്ല. ഇനി ഞാൻ ഇപ്പൊ തന്നെ എല്ലാവർക്കും രാമനവമി ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ലീവാണ്. അപ്പൊ ഇന്ന് ഞാന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോട്ടെ. ഞാൻ ഇന്നലെ ആട്ട കുഴച്ച് വെച്ചു കേട്ടോ. ഇന്നലെ രാത്രി ചപ്പാത്തി ആയിരുന്നു. അപ്പം ആട്ട ഇങ്ങനെ കുഴച്ച് വെച്ചു. അതിൻ്റെ തന്നെ ഒരു മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഇവർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ റോള് പോലെ ചെയ്ത് കൊടുത്തു. അമ്മ ഇവിടെ കുക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇനി ചപ്പാത്തി ചുടാൻ പോട്ടെ. യെസ്, വെയിലാണ്. ഓക്കെ, ഇവിടെ മാത്സ് പഠിക്കുകയാണ്. നമ്മളുടെ പുതിയ ചാപ്റ്ററൊക്കെ തുടങ്ങി. 9th പോളിനോമിയൽസ് കണ്ടപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ എഴുതിയായിരുന്നു. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അന്നത്തെ ദോശമാവുണ്ട് കേട്ടോ ഒത്തിരി ബാക്കി. അപ്പൊ ഞാൻ അച്ഛനും ഇഷ്ട ദോശയാ. അപ്പൊ അച്ഛന് ദോശയും ചമ്മന്തിയും ഉണ്ട്. അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ ദോശ ചുട്ടേ. ഇനി അപ്പൊ ഞാൻ ദോശ ചുടുകയാണ്. അച്ഛനുള്ള ദോശ. ഒരാൾക്ക് ചപ്പാത്തി, വേറൊരാൾക്ക് ദോശ, അങ്ങനെയാണ്. അമ്മയ്ക്കും ചപ്പാത്തി. അവള് രാവിലെ എണീറ്റിട്ട് അവക്കുള്ളത് മാത്രം ഉണ്ടാക്കി ഒരു ചപ്പാത്തി. ബാക്കി ആർക്കും ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഉണ്ടാക്കണം. അതാണ് അമ്മ. അവിടെ വെച്ചിട്ട് വെള്ളത്തിന്റെ അച്ഛൻ കേൾക്കുന്നുണ്ട്. അത് അച്ഛൻ അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കണം. അടുക്കള പണിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. എനിക്ക് കിട്ടാ അത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നാള് വിഷുവിൻ്റെ അന്നില്ലേ കൈക്ക് ഒരു മുറിയും പറ്റി. അത് കാരണം ഒന്നും തൊടാൻ വയ്യ. ഇവിടെ ഈ ഒരു കോർണറിലായതുകൊണ്ട് ഭയങ്കര വേദന. ഇങ്ങനെ ചെയ്യാനേ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, ഓഫീസില്ലാത്ത ദിവസമൊക്കെ ആണോ നേരം വൈകിട്ടോ നീക്കുക. ഇപ്പൊ തന്നെ സമയം 8 മണിയായി. 8 മണി 9 മണി എന്നല്ല, 9 മണി ഇപ്പൊ ആയിട്ടുള്ളൂ. ഞാൻ നീറ്റിട്ട് 8 മണിക്കാണ്. 8 മണിക്ക് നീറ്റ് ഒരു ചായ കൊട്ട് കുടിച്ചു. എല്ലാവരും വിഷു ഒക്കെ കഴിഞ്ഞ് വിഷുവിന്റെ എന്താ പറയല് നാട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവരും സ്കൂൾ അടച്ചതല്ലേ. അപ്പം എല്ലാത്തിലേക്ക് പോകലും ബന്ധുക്കളെ വീട്ടിലും നമ്മളെ വീട്ടിലൊക്കെ പോക്ക് വരവൊക്കെ കഴിഞ്ഞ് വന്നാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഞങ്ങളിവിടെ ആയതുകൊണ്ട് എവിടെയും പോകാനും ഇല്ല. അപ്പോൾ ഞാൻ ഇനി ചപ്പാത്തി ചുടാൻ പോട്ടെ. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച് നിർത്തുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ അങ്ങനെ കവറില്ലേ, കവർ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് അങ്ങനെ ഇതാ ചപ്പാത്തീൻ്റെ പലകത്തിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ അങ്ങനെയാട്ടോ ചുട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് കണ്ട് ഇതാ ഈസി. മറ്റേ ചപ്പാത്തി ഉണ്ടാക്കും, ഈ പൊറാട്ടയൊക്കെ ഉണ്ടാക്കൂലേ, ആലു പൊറാട്ട, മൂലി പൊറാട്ട ഒക്കെ. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ കള്ളിൻ്റെ ബോട്ടിൽ ചെറിയ അതെന്താ ഇതിൻ്റെ പേരെന്താണ്, വൈറ്റ് എന്താണ്, വോഡ്ക്കേൻ്റെ ചെറിയ ബോട്ടിലില്ലേ അതിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ചെറിയ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ചെറിയ മരുന്നിൻ്റെ കുപ്പിയില്ലേ, അപ്പോൾ അതിലായിരുന്നേ. അത് പൊട്ടിപ്പോയി. പൊട്ടിയപ്പോൾ ഞാൻ ഈ വോഡ്ക്കേൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങിപ്പിച്ച്
അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തി ചുടുക. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിൽ വരും. പണ്ടൊക്കെയാണ് ചപ്പാത്തി ചുടാൻ ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ. അപ്പോൾ അത് കുഴയ്ക്കാനും അറിയില്ല, ചുടാനും അറിയില്ല. എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിട്ടില്ല, കത്തിക്കട്ടെ. അങ്ങനെ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് ഒന്ന് ചൂടാട്ടെ. അവള് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടിട്ട് പോയതാ. ഇങ്ങനെ ആരെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ അടുത്ത് വേലൻ അത് ഉണ്ട് കേട്ടോ, ചപ്പാത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിൽ അങ്ങനെ വല്ലപ്പോഴാണ് പൊടിയിട്ടിട്ട് പരത്തുക. ഈ മൂരി പൊറാട്ട, എന്താ പറയുക, ആലു പൊറാട്ട അതൊക്കെ ഉണ്ടാവില്ല പൊടിയിൽ നോക്കിയിട്ട്. അപ്പം ഞാനിങ്ങനെ ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ചുടുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് എൻ്റെ കൂടെ വരും, ഇങ്ങോട്ട് ഞാൻ ആക്കുമ്പോൾ ഇങ്ങോട്ട് എൻ്റെ കൂടെയും വരും. അങ്ങനെയായിരുന്നു ഞാൻ ചപ്പാത്തി. ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താ പറയുക, ചട്ടി ചൂടായില്ലേ, അപ്പം ഞാൻ ഈ ചപ്പാത്തി ചുടട്ടെ. അവൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ചില ദിവസങ്ങളിൽ വിശക്കണ ദിവസം കഴിക്കുകയും ചെയ്യും. തടി ഇങ്ങനെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വണ്ണം കൂടി വരിക. അപ്പൊ ഇനി അടുത്ത ചപ്പാത്തി കുറച്ച് കട്ടി കുറഞ്ഞ ചപ്പാത്തി ആയിരിക്കും. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു കഴിക്കാനും ഒരു സുഖമായിരിക്കും. കട്ടി ഉള്ള ചപ്പാത്തി തിന്നുമ്പോൾ ഒരു സുഖം തോന്നില്ല. ഇപ്പം എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ലീവുള്ള ദിവസം, അല്ലാത്ത ദിവസം രാവിലെ 6:15 മോള് പോകും, 8:30 അച്ഛൻ, 8:45 അച്ഛനും പോവും, പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ സിമ്പിളായി ഒക്കെ ഉണ്ടാക്കുക. മോൾക്ക് സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക. അങ്ങനെ ചപ്പാത്തി, അവൾക്ക് 2 ചപ്പാത്തി വേണം. അവൾക്ക് 2 ചപ്പാത്തി ചുട്ട് രാവിലെ അവൾ ഞാൻ നീക്കണേക്കാട്ടിലും മുന്നേ അവൾ നീറ്റിരുന്നു കേട്ടോ. ഒരു 7:30 ആയപ്പോൾ. ഇന്നലെ അവൾ നേരത്തെ കിടന്നു, അല്ലെങ്കിൽ ഇവിടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടക്കുക. അപ്പം ഇന്നലെ അവൾക്ക് എന്താ അറിയില്ല, ഭയങ്കര ചൂടല്ലേ, ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണമായി കാണാം. അപ്പോൾ വേഗം കിടന്നു. ഫുഡ് കഴിച്ച് നമ്മൾ ബിരിയാണിക്കുള്ള സവാള വെക്കുകയാണ്. അച്ഛനിതാ സവോള അരിഞ്ഞരേക്ക്, പിന്നെ എന്താ പറയുക, ബിരിയാണിയിലേക്ക് ഒരു 1.5 ഗ്ലാസ് അരിൻ്റെ ബിരിയാണി ഉണ്ടാക്കണം. മോനും ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് മോനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇറക്കി വേണമായിരുന്നു അവന്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഒന്നും അങ്ങനെ കാര്യമായി ഉണ്ടാക്കില്ല. എന്നിട്ട് മോള് പറയും, അമ്മേൻ്റെ മോൻ പോയതുകൊണ്ട് അമ്മ ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറയും. ഇന്ന് ഞാൻ എന്നോട് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നത്, അത്രയും 2 മാസം കണ്ടായി തോന്നുന്നു. അപ്പം ഞാൻ ഇന്ന് അരി ഇവിടെ ഉണ്ട്, കുറച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. 3-ാം വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചു. അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ വർക്കിംഗ് ഡേ അല്ലേ, അപ്പം എല്ലാവരും പോയി സ്കൂളിലും ജോലിക്കൊക്കെ, പിന്നെ ആർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പിന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പം അച്ഛൻ കുറച്ച് പണികളൊക്കെ ഹെൽപ്പ് ചെയ്യും. സവാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് തരാൻ പറഞ്ഞിട്ട് ഒക്കെ അരിഞ്ഞ് തരാം കേട്ടോ. ഞാൻ എന്താ ചപ്പാത്തിയൊക്കെ കഴിച്ചു, ഇനി മറ്റുള്ള പണിയിലേക്ക് പോട്ടെ.
നിങ്ങൾ ഞാൻ ചപ്പാത്തി നേരത്തെ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ആട്ടോ എടുത്തിട്ടത്. കാസറോൾ ഒന്നും ഇല്ല, കാസറോളൊക്കെ ഉണ്ട്. അതിലേക്ക് ഇടുമ്പം പിന്നെ ചൂട് ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ ഇതൊന്ന് തണുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ചുട്ടിട്ട് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ കാസറോളാണ് ഇടാറ്. ഇതാകുമ്പം പെട്ടെന്ന് ഒന്ന് ചൂടൊന്ന് കുറയില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതേ. വെളുത്തുള്ളി എടുത്തോ? ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. ഇത് കാണുന്നുണ്ടോ? 1/2 കിലോ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഞാനിത് വാങ്ങിച്ചപ്പം തന്നെ ഞാൻ കഴുകിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. ഈ മസാലകളൊക്കെ ഇതിൽ ചേർക്കണം. അച്ഛൻ സവോളയും വെളുത്തുള്ളിയൊക്കെ അല്ല ശരിയാക്കി തരാം. ഞാനപ്പോഴേക്ക് ഇഞ്ചിയും ഒക്കെ റെഡിയാക്കിയാൽ വേഗം പണി കഴിയുമല്ലോ. എത്രയും പെട്ടെന്ന് ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടിയാൽ അത്രയും നല്ലതെന്നാണ്. ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ചൂടത്ത് ബിരിയാണിയൊക്കെ കഴിക്കാറിനാൽ തന്നെ ഭയങ്കര ഇതാണ്. രാത്രി പിന്നെ ഒരു നേരം മാത്രമേ ഉള്ളൂ. രാത്രി ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ വാട്ടർ മെലൻ്റെ സീസൺ അല്ലേ, ചൂടായതുകൊണ്ട്. അപ്പോൾ മോക്ക് എന്താ പറയുക, അവൾ രാത്രി ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എന്നിട്ട് അവൾ വെറും വാട്ടർ മെലൻ മാത്രം കഴിക്കും. ഞാനും ചിലപ്പോൾ അത് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്സോ ചാമക്കഞ്ഞിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കും. അച്ഛനും മോളും മിക്കപ്പോഴും ഫ്രൂട്ട്സ്. വിശപ്പ് ഉള്ള ആള് എനിക്കാണ്. ഇങ്ങനെ ആദ്യമൊക്കെ ഷുഗറിൻ്റെ ഒക്കെ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഷുഗറൊക്കെ എല്ലാം നോർമലാണ്. അതുകൊണ്ട് ഇപ്പം ഓട്സിലും ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ചില ദിവസം വിശക്കുന്ന സമയത്ത് ചിലപ്പോൾ കഴിച്ചെന്ന് വരും കേട്ടോ. ചോറ് കഴിക്കില്ല, വേറെ എന്തെങ്കിലും. ഞാൻ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 പച്ചമുളക് ഉണ്ടാവും. 10 അല്ല, ഒരു 13. ഇത് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഒരു 13 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇത് അച്ഛൻ അരിഞ്ഞ് നന്നാക്കിയിട്ട് ഒന്ന് കഴുകിയിട്ട് വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പം വെളുത്തുള്ളി ഒരു 8 അല്ലി ഉണ്ടാവും. അത് നടു മുറിച്ചതാണ്. ഇങ്ങനെ ഒരു 8 അല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയതാ ഇത്ര വലിപ്പമുള്ള ഒരു 1.5 കഷ്ണം എന്ന് പറയാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് വേണേ. കുരുമുളകിൻ്റെ പൊടിച്ച് വെച്ചത് കഴിഞ്ഞോ? ഇതെന്തായിരുന്നു പൊടിച്ച് വെച്ചത്? ഇതെന്തായിരുന്നു? ഞാൻ വെച്ച സ്ഥലത്ത് അവരെല്ലാം ഉണ്ടാവും. ഓരോരുത്തർ എടുക്കുമ്പോൾ പല സ്ഥലത്തും കൊണ്ടുവെക്കും. അപ്പോൾ മോളാണ് ഇട്ടുവെച്ചാൽ പിന്നെ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, മറ്റേ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. ഇത് പൊടിച്ചത് തന്നെ എടുത്ത്. അപ്പോൾ ഞാനതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇത് അരക്കൂലേ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പേസ്റ്റ് നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയിൽ ചേർക്കണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ മുറിച്ചിടുന്നേക്കാളും ഇതിൽ അരച്ച് ചേർക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് ആ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കും. അതേമാതിരി പുതിനേൻ്റെ ഇല ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, തോട്ടം എന്ന് പറയാൻ വയ്യല്ലോ, അതിന് മാത്രമൊന്നുമില്ല, ചട്ടിയിൽ ഞാൻ വളർത്തിയിട്ടുണ്ട്. അത് പോയി പറിക്കാം.
ഇത് ഞാൻ ഇവിടുത്തെ നഴ്സറിയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് അങ്ങനെ തൈ വെച്ച് പിടിപ്പിച്ചതാട്ടോ. നല്ല കറിവേപ്പിൻ്റെ അല്ലേ. അച്ഛൻ്റെ അവിടെ തക്കാളി അരിയാണ്, എന്താ പറയുക, തക്കാളി സവോള ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛൻ അരിയുമ്പോൾ എത്ര കുനുകുനായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിയും കേട്ടോ. ഇത് ഞാൻ നമ്മളെ ഇതിന്ന് കുറച്ച് പുതിനെല്ലാം കഴുകി വെച്ചതാണ്. അപ്പം അതിന്ന് ഒരു 2 തണ്ട് എടുത്തിട്ട് നമുക്ക് ഈ ഇതില്ലേ ബിരിയാണീൻ്റെ ഇതിലേക്ക് ഇടാം. അപ്പം ഈ മല്ലിയിലയും പുതിനയിലയും ഒക്കെ കൂടെ ഇതിൽ അരയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഇല്ലേ, നല്ല ഫ്ലേവർ ആയിരിക്കും. അത് ചിക്കനിലേക്ക് പിടിക്കുമ്പം നല്ല ഇതായിരിക്കും. നമ്മളല്ലാതെ ഇല ഇടുന്നതും എന്താ പറയുക, ഇല മുറിച്ച് ഇടൂലേ പിന്നെ ഇതിലേക്ക്, അതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ. ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയതാട്ടോ, എന്താ പറയുക, ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നു. ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മളിത് അങ്ങനെ മിക്സിയിൽ ഇങ്ങനെ ചതച്ചെടുത്തു. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ചിക്കനിലേക്ക് ഞാൻ നമ്മൾ ഈ ചതച്ച് വെച്ചില്ലേ ഈ പച്ചമുളക് ഇഞ്ചി അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇത് ബിരിയാണി മസാല പാക്കറ്റ് പൊടിയല്ല, അല്ലാത്തത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പട്ട ഗ്രാമ്പൂ പിന്നെ കസ്കസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ ആ പാക്കറ്റ് വാങ്ങി പൊടിച്ചു വെച്ചതാണ്. അതൊരു 1/2 ടീസ്പൂണിലേക്ക് ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട. ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ മുളക് പൊടി അതൊക്കെ ഇട്ടിട്ടുള്ള ബിരിയാണി അല്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. മുളക് പൊടിക്ക് പകരമാണ് ഞാൻ എന്താ പറയുക നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഓളം വേണം. മിക്സിൻ്റെ ഈ ഡക്കണിൽ ഇതിൻ്റെ മൂടിയിലുണ്ടായിരുന്ന ഇതിലേക്ക് ചേർക്കട്ടെ. പിന്നെ ഒരു എന്താ പറയുക 2 സ്പൂൺ തൈര്. ഞാൻ സ്പൂണൊന്നും എടുത്തില്ല, പെട്ടെന്നുള്ളപ്പോൾ ലേറ്റ് ആക്കി ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലത്ത് പോകാനും ഉണ്ട്. അപ്പം ഞാനൊരു 2 സ്പൂൺ തൈര് ഇതിൽ ചേർത്ത് എന്നിട്ടിത് കൈകൊണ്ട് ഇതിൽ ആദ്യമേ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞളും പിന്നെ എന്താ പറയുക ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചത്. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ചും കൂടെ വലിയ പാത്രമായിരുന്നു വേണ്ടത്. ഞാനിത് എന്താ പറയാ ഒരു ഐസായി കിടക്കുക കേട്ടോ. ഇതില് ഇവക്കാണെങ്കിൽ ഇപ്പം മീനൊന്നും ഇഷ്ടമല്ല, മീൻ കറി മാത്രം കൂട്ടും, പീസ് ഇഷ്ടമല്ല. ചിക്കൻ ആണെങ്കിൽ പൊരിക്കണം, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കുന്നേ. ഇത് കുറച്ച് ഐസ്, ഇച്ചിരൂടെ ഐസ് പോകാനുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചത് രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് വെച്ചതാണ്. ഇപ്പൊ സമയം ഇത്രേ 11 മണിയൊക്കെ ആയി. അപ്പോഴെന്നാലും കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ നന്നായി കുഴച്ച് മസാല എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ. അപ്പൊ ഗൈസ് ഞാൻ എന്റെ എഴുതാനൊക്കെ എഴുതി കഴിഞ്ഞാൽ നോക്കായിരുന്നു എന്താ ചെയ്യണമെന്നൊക്കെ.
അപ്പൊ അമ്മ അവിടെ ചിക്കൻ എന്താ ചെയ്ത് മാഗ്നേറ്റ് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള മുറിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ എന്തോ എടുക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു പണിയാണ്, പിന്നെ വിഷുവിന് ഇട്ട വേസ്റ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് കഴുകി വെച്ച് ഇനിയിപ്പോൾ അതില് പിന്നെ ഒരു കഞ്ഞിവെള്ളം മുക്കല്ലോ. അപ്പൊ കഞ്ഞിവെള്ളത്തിന് പകരം ഞാൻ എന്താ പറയുക ഉപയോഗിക്കുക, ഈ ചൊവ്വേരിയില്ലേ, ഈ ചൊവ്വേരി നന്നായി വേവിച്ചിട്ട് അതിന് നല്ല കൊഴുപ്പുണ്ടാവുമല്ലോ, അപ്പൊ അതാണ് ഞാൻ ഉപയോഗിക്കുക. അത് റിവൈവ് ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പൊ ഞാനിത് മുക്കാൻ വേണ്ടിയിട്ടത് ഈ ചൊവ്വേരി എന്ന് പറയും, പല സ്ഥലത്ത് പല പോലെയല്ലേ, അപ്പൊ അതൊന്ന് വേവിക്കാൻ കൂടെ വെച്ച് ഭയങ്കര. അപ്പൊ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഈ ഒരു ഭാഗത്ത് ഞാൻ എന്താണെന്ന് പറയുക വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരും, അപ്പോൾ അവരൊരു പാട്ട് ഇട്ടിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ലേ. ഞാൻ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കണം. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചില്ലേ, ഒരു 3 സവോള എടുത്ത് അരിഞ്ഞു വെച്ചു പറഞ്ഞില്ലേ, അതിലേക്ക് ഞാൻ മറ്റേ എയർ ഫ്രയറിലേക്ക് ഞാനൊരു 1.5 പിടി, എൻ്റെ കൈപ്പിടി ഞാൻ പിന്നെ എയർ ഫ്രയറിലേക്ക് സവോള ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 10-15 മിനിറ്റ്. പിന്നെ ഞാനത് എന്നിട്ട് ഞാൻ പിന്നെ ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് അലുമിനിയത്തിൻ്റെ ഉരുളി വെച്ച് കേട്ടോ, അതിൽ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു. പിന്നെ അതിന് ശേഷം ഒരു സവോള എടുത്തിട്ടൊന്ന് വഴറ്റി, സവോള നന്നായി ഒന്ന് വഴണ്ട, എന്നിട്ട് കുറച്ചൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെ ഈ 1.5 ഗ്ലാസ് അരി ഞാൻ കഴുകി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കണം, ഫ്രൈ ചെയ്ത പോലെ എടുക്കണം. എന്നിട്ട് പിന്നെ അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തും നെയ്യൊക്കെ പിടിച്ച് നല്ലോണം ഒന്ന് ഇങ്ങനെ ഒരു പൊട്ടുന്ന പരുവാകുമല്ലോ, അപ്പോൾ ആ ഒരു പരുവത്തിലെടുത്തിട്ട് പിന്നെ 1.5 കപ്പ് അരി ആയതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എന്താ പറയുക 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ, നന്നായി ഇളക്കിയിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവോള ഫ്രൈ ചെയ്യാൻ, അതെടുത്തൊന്ന് നോക്കിയിട്ടോ. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ എന്താ പറയുക ഇളക്കിയിട്ട് ഞാൻ പിന്നെ 1.25 വേവ് വേവിച്ചതിന് ശേഷം ഞാൻ പിന്നെ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് അത് മാറ്റി വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കുഴപ്പമുണ്ടാവില്ല, ചോറിന് വെള്ളം കൂടെ ഒന്നുമില്ല, എല്ലാം കറക്റ്റായിരിക്കും ചോറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അത് കഴുകാനുള്ളത്, അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അതാ പൈനാപ്പിൾ കഷ്ണം മുറിച്ച് ഇന്നലെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൈനാപ്പിൾ വിഷുവിന് വാങ്ങിച്ചതായിരുന്നേ, അത് മുറിച്ചപ്പോൾ ഒരു ടേസ്റ്റും ഇല്ല, മധുരവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാനത് അവിടെ എടുത്തു വെച്ചതാണ്, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെന്താ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ചോറ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്തോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ വേറൊരു കടായി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ കാണിക്കുന്നത് ആ ചൊവ്വരി വേവിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ ഇതാ കടായി അടുപ്പത്ത് വെച്ചു, 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള അത് കുറച്ചുണ്ടല്ലോ അതെടുത്തു, പിന്നെ നന്നായി ഫ്രൈ ചെയ്തു. നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ചൊന്നായപ്പോൾ ഞാൻ പിന്നെ ആ തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടിട്ട് പിന്നെ എന്താ പറയുക ഈ അധികം വേവ് എന്താ പറയുക ഭയങ്കര കട്ടിയുള്ള തക്കാളിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സവോള വഴണ്ടതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടു. ഇവിടെ അത് നന്നായിട്ട് ഒന്ന് 2-3 പ്രാവശ്യം അടച്ച് വെച്ചിട്ട് പിന്നെ നന്നായി ഇളക്കി കൊടുത്ത് പിന്നെ അതിനെ കുത്തിയൊക്കെയാണ് ഞാൻ അതിനെ ഇതാക്കി എടുത്തത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചോറ് വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ ഞാൻ അത് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് കുറച്ചൊന്ന് എന്താ പറയുക അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സവോള ഇതാ ഞാൻ അങ്ങനെ നോക്കി തക്കാളി ഇനി ഇടാൻ പോകുന്നു, തക്കാളി ഇടും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മോള് പറഞ്ഞത് ഒരു ഡേ ഇൻ മൈ ലൈഫ്, പക്ഷേ ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയില്ല, ഒരു ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ്. ഫുള്ളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ തക്കാളി അതിലേക്കിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ ആ മരത്തിൻ്റെ കയ്യിലോട് ഞാൻ ഇടയ്ക്ക് കുത്തി കൊടുക്കണമൊക്കെ ഉണ്ടേ, കാരണം അത് ഭയങ്കര കട്ടിയാണ് ആ തക്കാളിക്ക്. അപ്പോൾ അതിന് ഞാൻ ഇളക്കി കൊടുത്ത് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചില്ലേ ചിക്കൻ,
അത് ആ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടും. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിൽ വെള്ളമൊന്നും ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മൾ ആ ചിക്കൻ ഇട്ട് വെച്ച പാത്രത്തിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ മസാല പറ്റി പിടിച്ചിട്ടുണ്ടാവില്ലേ, ആ വെള്ളം മാത്രമേ നമ്മൾ അതിലേക്ക് അതിലൊരു 2 സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാവൂ. കാരണം ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടാവും, ചിക്കൻ വേവുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം ആ ചിക്കൻ വെന്ത വെള്ളമാണ് പിന്നെ അതിൽ കിടന്നിട്ട് നന്നായി വേവട്ടെ. എന്നിട്ട് നമ്മളത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഒക്കെ മസാലയൊക്കെ പിടിപ്പിച്ച് പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക. പിന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണേ, അടിയിൽ പിടിക്കണ്ടോ ഇല്ലയെന്ന് അറിയാൻ. അപ്പം ഇനി വെള്ളം ഒട്ടും ഒഴിക്കാനേ പാടില്ല, ഇത് കറി പോലെ വെക്കില്ല. പിന്നെ അത് ഞാൻ ഒക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം എന്താ ചെയ്തത്, കുറച്ച് പുതിനേൻ്റെ ഇലയും മല്ലിയിലയും കൂടെ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അടച്ചു വെച്ച് പിന്നെ ഞാൻ തുറന്ന് നോക്കി, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഏകദേശം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടോ, ഇപ്പോൾ നല്ല രീതിയിൽ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിതിൽ നോക്കും, പിന്നെ ഞാൻ വേറെ മസാലകളൊന്നും വേറെ ചേർത്തിട്ടില്ല. ബിരിയാണി മസാലയൊക്കെ ഓൾറെഡി അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ വെന്തതിന് ശേഷം കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് പിന്നെ അതിൽ ചേർക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോളയില്ലേ, ആ സവോള ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതാ ചിക്കനൊക്കെ വെന്തു. ഇനി അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ചോറ് വേവിച്ച് വെച്ചതുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് മല്ലിയിലയും പുതിനയിലയും ഒന്ന് കുറച്ച് മേലെ വിതറി. പിന്നെ ഇതാ ബിരിയാണി മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ ഞാൻ വാഴയില വെക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ ചിക്കൻ വെന്തതിന് മേലെ എന്നിട്ടാണ് ചോറ് ഇടാറുള്ളൂ. പക്ഷേ ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതാ ചോറ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ലെയർ ഇട്ടതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ടു, കുറച്ച് നെയ്യ് ഒഴിച്ചു, കുറച്ച് ബിരിയാണി മസാല ഇട്ടു, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും ഇട്ടു. അങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ആ ഓരോ ലെയറിലും ഞാൻ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞാനതൊന്ന് ദമ്മ് പോലെ ചെയ്തിട്ടുണ്ട്. ദമ്മ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ദമ്മല്ല, പിന്നെ സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ താഴെ ചകിരി കത്തിച്ച് മേലെ ചിരട്ടയൊക്കെ കത്തിച്ചിടും. ഇവിടെ നമുക്ക് അതിനൊന്നുമുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിത് എല്ലാം ദമ്മിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഒരടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് മേലെ ഞാൻ ചപ്പാത്തി കൊണ്ട് പരത്തുന്ന ഒരു ചപ്പാത്തി കല്ലുണ്ട്, ഒരു മാർബിളിൻ്റെ കല്ലാണ്, അതും നമ്മുടെ ഇഞ്ചി കുത്തുന്ന കല്ലില്ലേ, ആ കല്ലും കൂടെ ഞാൻ മേലേക്ക് അതിൻ്റെ മേലെ ആ ഡെക്കൻ്റെ മേലേക്ക് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് നെയ്യൊക്കെ ഇട്ടതാ കണ്ടില്ല, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. അങ്ങനെയാണ് ഞാനിവിടെ ദമ്മിടാറ് കേട്ടോ. അപ്പോൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 10-20 മിനിറ്റോളം ഞാൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് അടിച്ച് തുടയ്ക്കുക, കുളിക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ എടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചത്. പൊട്ടിച്ചിട്ട് ഞാൻ ചോറും പിന്നെ ചിക്കനും വേറെ സെപ്പറേറ്റ് 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോളവിടെ കുളിക്കാനൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മോൾക്കിപ്പം ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഞാനും ചേട്ടനും ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ അവൾക്കുള്ളത് ഞാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറും കറിയും പിന്നെ ബിരിയാണിയൊക്കെ ഞാനൊരു ഇതിലേക്ക് ഒഴിച്ച് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനും ചേട്ടനും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു പകുതി ഞങ്ങളുടെ ഒരു രാവിലെ എണീറ്റിട്ട് ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഞങ്ങൾ ബിരിയാണി കഴിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ബിരിയാണിക്ക്. അപ്പോൾ അധികം മസാലകളൊന്നും ചേർക്കാത്തൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലുമൊക്കെ കുഴപ്പം അതിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ അതിന് വേണ്ട ഇനിയെന്താ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാനിത് എല്ലാം കണ്ടില്ലേ, സെപ്പറേറ്റ് ഒക്കെ ആക്കി വെക്കുകയാണ് ചോറും കറിയൊക്കെ. എന്നാൽ പിന്നെ നമുക്ക് എടുക്കാനും സൗകര്യമാണ്. ഇപ്പോൾ ചിലർക്ക് മോക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം പീസുകൾ ഉണ്ടാവില്ല, ചിക്കൻ പീസൊന്നും വേണ്ടാന്ന് പറയും, ചില സമയത്ത് മസാല വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഞാനും ചേട്ടനും അവിടെ ഒക്കെ എല്ലാം എടുത്തു വെച്ച് ഏട്ടനും ഞാനും കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. മോക്കുള്ള ചോറ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ, കുഞ്ഞി വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എന്നാൽ ശരി, ബായ്.